ശ്രീ A.K.M. അഷ്റഫ്, മഞ്ചേശ്വരം MLA. ശ്രീ അഷ്റഫ്, താങ്കൾ അവിടെ ഇപ്പോൾ 2 ദിവസമായി ഉണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്നിപ്പോൾ 30 അംഗ സംഘം എത്തുന്നു. കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ഇത് കോഴിക്കോട് നിന്നുള്ള വിവിധ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ എങ്ങനെയെങ്കിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു സംഘം അങ്ങോട്ട് എത്തുകയാണ്. പക്ഷേ അവിടെ അവരെ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അമ്മ പറയുന്നത് കേട്ടല്ലോ. ഞാനിപ്പോൾ പരാതിപ്പെടുന്നത് ഈ സൈന്യത്തിൻ്റെ കാര്യത്തിൽ സൈന്യത്തോട് ബഹുമാനമാണ്, സൈന്യത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നതെന്ന്. ആ വ്യവസ്ഥ എന്താണ്? ആ വ്യവസ്ഥ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശ്രീ അഷ്റഫ്? ഞാനിവിടെ അർജുൻ്റെ അമ്മയുടെ സങ്കടകരമായ വാക്കുകൾ കേട്ടു, അർജുൻ്റെ സിസ്റ്ററിൻ്റെ വാക്കുകളും കേട്ടു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു MLA എന്ന നിലക്ക്, ഒന്നാമത് ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ആദ്യം അർജുൻ്റെ വാർത്ത കേട്ട നിമിഷം മുതൽ എല്ലാ മലയാളികളും ടെൻഷൻ അടിക്കുന്ന ഒരു ടെൻഷനിടയിൽ ബഹുമാന്യനായ VD സതീശൻ പ്രതിപക്ഷ നേതാവിനോടും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഇങ്ങനെ ഈ കാര്യം സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിർത്തിയിലല്ലേ നിർബന്ധമായും MLA അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മധ്യരാത്രി ഞാൻ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത്. ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചു. ഇവിടുത്തെ MLA സതീഷ് ഷൈൽ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് തുടക്കം മുതൽ അർജുൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ആ മധ്യരാത്രി എത്തി സ്പോട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ സ്പോട്ടിൽ പോയ സന്ദർഭത്തിൽ അന്ന് വരെ നടന്ന കാര്യങ്ങൾക്ക് നമുക്കൊരുപാട് പരാതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം ഞാനൊരു MLA മാത്രമാണ് കേരളത്തിലെ. എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാൾ കർണാടക നിയമസഭയിലെ സ്പീക്കർ, എൻ്റെ തൊട്ടടുത്ത മണ്ഡലക്കാരനും മലയാളിയുമായ UT ഖാദറാണ്. അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങളും വിവരിച്ചു. അവിടെ ഒരു കോർഡിനേഷൻ്റെ കുറവ്, പല കാര്യങ്ങളിലും മെല്ലെപ്പോക്കെ എനിക്കും ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശക്തമായി ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് അവിടെ എത്തിയപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആളുകൾ, അർജുൻ്റെ ഫാമിലി ഞാൻ ആദ്യം മീറ്റ് ചെയ്ത ജിതിനടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ ആ നിമിഷം മുതൽ, ഞാനിപ്പോൾ 2 ദിവസമായി ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട്, പ്രാർത്ഥനാപൂർവ്വം അർജുനന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാവരും ശ്രമിച്ചത് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പല കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ തുടക്കം മുതൽ പറയുന്നൊരു കാര്യം, അവിടെ രക്ഷാപ്രവർത്തകരും ജിതിനടക്കമുള്ള അർജുൻ്റെ ഫാമിലി ഈ സ്ഥലത്ത് എന്ന് പറയുമ്പോഴൊക്കെ അവർ പറഞ്ഞത് ആ സ്ഥലത്തല്ല, അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അരുൺ എന്ന് പറയുന്ന കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത് പുഴയിലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ പുഴയിലല്ല, ഇത് ഈ സ്ഥലത്ത് തന്നെയുണ്ട്, ഈ തട്ടുകടയുടെ മുമ്പിലാണ്, ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു പരിശോധന നടത്തിയാൽ കിട്ടുമെന്നുള്ള നിരന്തരമായി. അപ്പോൾ അവർ ഇറ്റാച്ചിയുടെ ആവശ്യം ഉന്നയിച്ചു, JCBയുടെ കാര്യം പറഞ്ഞു. ഞാൻ അതിനുശേഷം ബഹുമാന്യനായ കോഴിക്കോട് MP രാഘവേട്ടൻ, അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹം എന്നെക്കാളും കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹം ഇടപെട്ടു. അവസാനം നമുക്കൊരു പ്രതീക്ഷ പകരുന്നൊരു കാര്യം, ഉച്ചയ്ക്ക് സൈന്യം എത്തുമെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി ആ സ്പോട്ടിലേക്ക് എത്തി. മുഖ്യമന്ത്രി എത്തുന്നൊരു സന്ദർഭം ഭീകരമായിരുന്ന കാലാവസ്ഥ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം എത്തി ഓരോ പ്രദേശം വിസിറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാനും കോഴിക്കോട് MPയും അർജുൻ്റെ കാര്യം മാത്രം പറയാനായി അദ്ദേഹത്തോട് ആ കോരിച്ചൊരിയുന്ന മഴയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ചും കാര്യം സാറിനോട് സംസാരിക്കാനുണ്ടെന്ന് അറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്കോല ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ പോയി. ഞങ്ങൾ കൃത്യമായി അർജുൻ്റെ അതുവരെയുള്ള അസംതൃപ്തിയോടുകൂടി കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്ന കാർവാർ MLA സതീഷ് ഷൈലിനോട് അത് കോർഡിനേഷൻ നടത്താനും ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ അദ്ദേഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയാൻ രാഘവട്ടനോട് ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. അതിനുശേഷം ഇന്ന് ആ സ്ഥലത്ത് വീണ്ടും അവിടെയുള്ള മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ കാണിച്ച, അർജുൻ്റെ ഫാമിലി കാണിച്ച ഓരോ സ്ഥലവും നമ്മൾ അതിനുശേഷം ഇന്നവിടെ ശക്തമായ പരിശോധന റഡാർ വന്നു. 2 റഡാറുകളാണ്. ഒന്ന് ഔദ്യോഗികമായി സർക്കാർ സംവിധാനത്തിൽ വന്നതെങ്കിൽ പ്രത്യേകം പറയേണ്ടതുണ്ട്, ഈ മണ്ഡലത്തിലെ MLA സതീഷ് ഷൈൽ അദ്ദേഹം കാണിച്ച മലയാളികൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് പല നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ കേരളത്തിൻ്റെ ഒരു MLA എന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് വെളിപ്പെടുത്തേണ്ട കാര്യമല്ല. ഞാനും രാഘവേട്ടനും അവിടെ ഒരു പോലീസുകാരനോട് കയർത്ത് സംസാരിക്കേണ്ട, അദ്ദേഹം ഞങ്ങളോട് പോലും അപമര്യാദയായി പെരുമാറുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാഘവേട്ടൻ രേഖാമൂലം ലോക്സഭാ സ്പീക്കർക്ക് ഒരു MPയോട് അപമാനിച്ച കാര്യം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്തൊക്കെ കുറേ തർക്കത്തിന് നിൽക്കാത്ത, ഇത് കേരളമല്ല, കർണാടകയാണ്.
മറ്റൊരു പ്രദേശമാണ്, അവരുടെ കൂടെ സപ്പോർട്ട് വേണം. നമുക്ക് അർജുനെ കിട്ടിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ ക്ഷമയോടുകൂടി ഞങ്ങൾ ആ പ്രദേശങ്ങൾ മുഴുവനും റഡാർ കൊണ്ട് പരിശോധിക്കാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ലൈവായിരുന്നു. ഒരു റഡാറ് ഇവിടുത്തെ MLA സതീഷ് ഷൈൽ അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് 40,000 നൽകി അദ്ദേഹം കൊണ്ടുവന്ന് പരിശോധന നടത്തി. പെട്ടെന്നാണ് ഞങ്ങൾക്കൊരു അവിടുന്ന് ഒരു ന്യൂസ് കിട്ടി, ഒരു ചെറിയ സിഗ്നൽ കിട്ടി, അത് ലോറിയുടെ വലിപ്പമുണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല പ്രതീക്ഷയോടുകൂടി നെഞ്ചിരിപ്പോടുകൂടി കാത്തു നിന്നു. പക്ഷെ അതിൻ്റെ 8 മീറ്റർ ആഴത്തിൽ ഈ JCB കൊണ്ട് ഇറ്റാച്ച് കൊണ്ട് അവർ മണ്ണ് മാന്തിയപ്പോൾ അവർ പറഞ്ഞു അതല്ല, അതൊരു വലിയ കല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും അർജുൻ്റെ അമ്മ പറയുന്നതും സിസ്റ്റർ പറയുന്നതും ഇപ്പോൾ കൂട്ടായ്മ രൂപീകരിച്ച ആളുകളൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സൈന്യം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഈ വാർത്തയിൽ പറയുന്നുണ്ട് സൈന്യം നാളെ മടങ്ങും എന്ന് പറഞ്ഞിട്ട്. ഞാനത് കേട്ടപാടെ എൻ്റെ കൂടെ ഇപ്പോഴും ഇതേ ഹോട്ടലിൽ ഞാൻ ഈ ന്യൂസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് സതീഷ് ഷൈൽ MLA തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പ് നിന്നാണ് DC വിളിച്ചത്. സൈന്യം മടങ്ങി എന്നുള്ള വിവരം അദ്ദേഹത്തിനോ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നാളെ ഒരു പ്രത്യേക കാര്യം, അദ്ദേഹം ഇപ്പോൾ വലിയ പ്രയാസപ്പെട്ട് ഭൂമി നിറയുന്ന ഒരു 60 മീറ്റർ നീളമുള്ള ഒരു വലിയ, നമ്മൾ JCB ഇറ്റാച്ച് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഈ പുഴയിൽ നിന്ന് 60 മീറ്ററോളം ആഴത്തിൽ മണ്ണ് എടുക്കാൻ പറ്റുന്നൊരു യന്ത്രം അദ്ദേഹം ഓനായി, സർക്കാർ സംവിധാനം എന്ന് പറയില്ല, മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും അത് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം എന്ന് പറയുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസ് ഉണ്ട്, അതിലത് കൊണ്ടുവരാൻ കഴിയാത്ത അതിൻ്റെ ടെക്നിക്കൽ പ്രയാസം കൂടി പറയുന്നുണ്ട്. എന്തായാലും അതുകൂടി നാളെ എത്തുമ്പോൾ, നാളെ ഏതായാലും കൊണ്ടുള്ള ഒരു പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. ശരി, ശ്രീ AK അഷ്റഫ് താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.